പറയാൻ പോകുന്ന സത്യം കേട്ട് വല്യമ്മാവൻ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല. വല്യമ്മാവൻ ഞെട്ടും. ചേലക്കാതെ കാര്യം പറയണം. പടക്കം നേരത്തെ വാങ്ങിച്ചു വെച്ചെങ്കിൽ അത് BJP ആയിട്ടുള്ള ഡീലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിജയിച്ചിട്ടുണ്ട്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഇത്തരം ഒരു കള്ളത്തരത്തിൽ പരാജയം ഔദ്യോഗികമായി പരാജയപ്പെട്ടു, ശരിയാണ് സംഭവിച്ചു. പക്ഷെ ഇതിലൊരു രാഷ്ട്രീയ നാണക്കേടുണ്ട് എന്ന് വ്യാഖ്യാനിച്ച് ജയിക്കാൻ ആർക്കും സാധിക്കും. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഇത് ചതി, ഇത് ഡീലിനാണ് പറ്റിയത്. ഡീലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കേരള കോൺഗ്രസ് ചിലക്കാണ്ട് അവിടെ ഇരുന്ന് വല്ലതും കഴിച്ചോ? അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? അപ്പോ തോൽവി മൂലം അദ്ദേഹത്തിന് സ്ഥല ജല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. അദ്ദേഹം BJPയുടെ വോട്ട് കുറവിനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹം കൃത്യമായി പറയേണ്ടത് തന്റെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പറയണ്ടേ? അത് ഉത്തരം പറ. അത് ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 15,000 വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് പറയണ്ടേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് 8% വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയണ്ടേ? വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.